ഈ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാദിമിർ പുടിൻ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളുടെ അമേരിക്ക, അതുപോലെ തന്നെ ചൈന, റഷ്യ, ഈ കൂട്ടത്തിൽ ഇന്ത്യയും കൂടെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്, 4ാമതൊരു രാജ്യം ഇന്ത്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തോട്. ഇപ്പോൾ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻറ്റ് സ്ഥാപനം, അതായത് ഈ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ചൈന ഇതുവരെ മുന്നോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തികമായ അവരുടെ ഒരു വളർച്ചയുണ്ട്. ആ സാമ്പത്തിക വളർച്ചയിൽ നിന്ന് അതേ തരത്തിലേക്ക് തന്നെ അവിടെ വരുന്ന നിക്ഷേപങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇതൊരു നിസ്സാര കാര്യമല്ല. കാരണം വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു എന്ന് അമേരിക്കയിലൊരു സ്ഥാപനത്തിൻ്റെ മേധാവി തന്നെയാണ് പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഈ കോർണി എന്നാണ് ഈ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെ പേര്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പഴയ സ്ഥാപനം. പഴയ മീൻസ് അത്രയും പുരാതനമായ വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനമാണ്. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പനികൾക്ക്, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ട്രെയിനിങ് കൊടുക്കുക, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 1926 അമേരിക്കയിൽ സ്ഥാപിതമായ കോർണി കമ്പനി. ഈ കോർണിയുടെ ഇപ്പോഴത്തെ തലവൻ എന്ന് പറയുന്നത് റോബർട്ട് വില്യനാണ്. ഇദ്ദേഹം ഈ കാര്യത്തിൽ ഒക്കെ വളരെ വിദഗ്ധൻ കൂടിയാണ്. ഒരു 10-20 വർഷമായി ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ വരുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഒരു വിലയിരുത്തൽ നടത്തി. അപ്പോൾ വിലയിരുത്തൽ നടത്തിയപ്പോൾ പറയുന്നത് ലോകത്ത് ഒരു എക്കണോമി എന്ന നിലയിൽ വളർന്നു വരുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മൾ മുമ്പൊക്കെ ഇന്ത്യയെ കാണുന്നത് പോലെയല്ല, വലിയ കുതിച്ചുകയറ്റം ഉണ്ടാകുന്നു. അപ്പം കഴിഞ്ഞ ഒരു 20 വർഷത്തെ കാലം മാത്രം എടുത്താൽ ഇന്ത്യയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു വളർച്ച ഇവർ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള വളർച്ച എന്ന് പറയുന്നത് ഇനി സാമ്പത്തിക മേഖലയിൽ അതുപോലെ ട്രേഡ് രംഗത്തൊക്കെ ചൈനയ്ക്ക് ഒരു ബദലായിട്ട് മാറുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പറച്ചിൽ ലോകത്തെ വിവിധ മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയമായി മാറി, വളരെ ശ്രദ്ധേയമായി. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പുതിയ ഒരു വ്യക്തി പ്രസിഡന്റായിട്ട് അമേരിക്കയിലേക്ക് വരുന്നു. ജനുവരി 20 സ്ഥാനമേറ്റെടുക്കും. അദ്ദേഹത്തിന് ഈ ചൈനയെ കണ്ടുകൂടാ, അത്ര ഇഷ്ടമേ അല്ല, ജോ ബൈഡന്റെ ഒരു നിലപാടേ അല്ല. അപ്പോഴാണ് നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ളൊരു ബന്ധം അല്ലെ, അവരുടെ തമ്മിലുള്ളൊരു സൗഹൃദം, അത് ഇന്ത്യക്ക് പ്രയോജനം ചെയ്യും. അപ്പം ഈ പറയുന്ന റോബർട്ട് വില്യൻ പറയുന്ന കാര്യവും ഈ മോദിയും ട്രംപുമുള്ള കൂട്ടും സൗഹൃദവും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്നതൊക്കെ ശരിയായിട്ട് മാറും. കാരണം നേരത്തെ ഈ ഒരു മാനുഫാക്ചറിങ് ഹബ് എന്നാണ് ചൈന അറിയപ്പെടുന്നത്. അപ്പം നേരത്തെ ആദ്യം അമേരിക്ക വൻ ശക്തിയായിരുന്നു. അമേരിക്ക സോവിയറ്റ് യൂണിയനെ ഒന്ന് തകർക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്ന് ചൈനയെ ഇങ്ങോട്ട് പിടിക്കുന്നു. എന്നിട്ട് അവിടെ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു, പുതിയ പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്നു, കമ്പനികൾ കൊണ്ടുവരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ചൈനയുടെ വളർച്ച. ഇതിനുശേഷം ജർമ്മനി ആ സ്ഥാനത്തേക്ക് വരുന്നു, ജപ്പാൻ ആ സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ മാനുഫാക്ചറിങ് ഹബ് എന്നുള്ളത് മാറി മാറി വരികയാണ്. ഇനി വരുന്നത് ഇന്ത്യ ആയിരിക്കും എന്ന് പറയുന്നത്. ഇന്ത്യ ആകുമെന്ന് പറയാനുള്ള കാരണം ചൈനയിൽ നിന്ന് നിക്ഷേപങ്ങളൊക്കെ പിൻവലിക്കാനായിട്ട് ജർമ്മനി തീരുമാനിക്കുന്നുണ്ട്, സ്പെയിൻ തീരുമാനിക്കുന്നുണ്ട്, അമേരിക്ക തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും വരുന്നത് ഇന്ത്യയിലാണ്. പക്ഷേ ഇന്ത്യ എങ്ങനെയാണ് അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നുള്ള ഏറെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ചൈന എന്തുകൊണ്ട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ, ചൈന എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ഏക പാർട്ടിയുള്ള അവിടെ അല്ലേ, ഒരു പാർട്ടി മാത്രമേ ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതിന് അപ്പുറത്തേക്കൊന്നുമില്ല. അതായത് അവിടെ ഒരു ഭരണകൂടം ഒരു നിയമം കൊണ്ടുവരുന്നു, അല്ലെ ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നു, അതിനെ അവിടുത്തെ മുഴുവൻ ജനങ്ങളും അനുസരിക്കും. ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഭരണകൂടത്തെ പേടിച്ച് നിൽക്കുകയാണ്. ഇന്ത്യ അങ്ങനെയല്ല, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം. അപ്പം നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. മാത്രമല്ല, ഓരോ പൗരൻ എന്ന നിലയിൽ നമ്മളെന്താ പറയുന്നത്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, എനിക്ക് എൻ്റെതായ അവകാശങ്ങളുണ്ട് അല്ലേ, എൻ്റെ പൗരസ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മസിൽ പിടിക്കും. ചൈനയിൽ അതൊന്നും പറ്റില്ല. ഇപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന ഒരു ഇൻവെസ്റ്റ് നടത്തുന്നു, എന്നിട്ട് പറയുന്നു ഇത് നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് തരണമെന്ന് പറയുന്നു. ചൈനയിലെ ഭരണാധികാരി വന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ ഇതിൻ്റെ പുറകെ നടത്തണമെന്ന് പറയുന്നു. അവിടെ ആരെങ്കിലും എതിർക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കൃത്യമായ ഒരു അച്ചടക്കം അവർക്കുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഏകാധിപത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ജനങ്ങളുടെ മേൽ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യങ്ങളെല്ലാം ഇല്ലാതാക്കി പേടിപ്പിച്ച് ഭരിക്കുക. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു അച്ചടക്കമുണ്ട്, ജനങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഐക്യമുണ്ട്. കാരണം എന്താ പറയുക, ഇവർക്ക് മാറി നിന്ന് ഗൂഢാലോചന നടത്തി ഈ രാഷ്ട്രീയ പാർട്ടി എതിർക്കാനൊന്നും പറ്റില്ല. ഇപ്പം ഇന്ത്യയിലാണെങ്കിലോ, ഇന്ത്യ ഇപ്പം BJP ഭരിക്കുന്നു. BJP എതിർക്കാൻ കോൺഗ്രസ് വരും, കമ്മ്യൂണിസ്റ്റ് വരും, ബാക്കിയുള്ള ഇഷ്ടംപോലെ പാർട്ടികൾ വളരെ ശക്തമാണ്. CPM ഭരിക്കുന്ന അല്ലെങ്കിൽ CPMന്റെ നിയന്ത്രണത്തിലുള്ള ചൈനയിൽ പ്രതിപക്ഷം ഇല്ല. ചൈന എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. അപ്പോൾ ആദ്യം ഏതാണ്ട് 1926 മുതൽ അവിടെ രാജവംശമായിരുന്നു. അത് കഴിഞ്ഞ് ചൈനീസ് രാജവംശത്തിന്റെ ഭരണം മാറിയിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു. ഇത് പിന്നീട് മാവോയുടെ നേതൃത്വത്തിലുള്ള ഒരു വിപ്ലവമൊക്കെ നടന്നിട്ട് പീപ്പിൾസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു.
ഇതൊക്കെ വരുമ്പോഴും അവരുടെ ആത്യന്തികമായ നിലപാടിൽ നിന്ന് അവർ മാറുന്നില്ല. അവർ അടിയുറച്ച് ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കുകയാണ്. അതിനുശേഷമാണ് ഈ അമേരിക്ക 70-80 കാലഘട്ടത്തിലൊക്കെ വലിയ തോതിൽ അവിടെ നിക്ഷേപം നടത്തിയത്. ഈ നിക്ഷേപം നടത്തിയതോടുകൂടി ചൈനയുടെ ഒരു വളർച്ച ഘട്ടം ഘട്ടമായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. സൈനിക മേഖല വളർന്നു, ട്രേഡിൽ വളർന്നു. പിന്നെ അമേരിക്കൻ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. എന്നിട്ട് മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ ചൈനയ്ക്ക് ചീപ്പ് ലേബറിൽ സാധനം കിട്ടി, അമേരിക്കയ്ക്ക് ചീപ്പ് ലേബറിൽ സാധനം കിട്ടി. ഒപ്പം ചൈനയിലെ ആളുകൾക്കൊരു തൊഴിൽ കിട്ടി. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ്റെ മേഖലയിലൊക്കെ അവർക്കൊരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖല കൂടാതെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ ഘട്ടത്തിലും വളർച്ചയുണ്ടായി. ഇതുപോലെ തന്നെ ഈ ചൈന 1 എന്ന് പറയുന്ന ഒരു പോളിസി അതിന് സമാനമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യമുണ്ട്, ചൈനയോട് ചേർന്ന് കിടക്കുന്ന വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യമുണ്ട്. അപ്പോൾ അമേരിക്ക ഈ നിക്ഷേപങ്ങളൊക്കെ ചൈനയിൽ മാത്രം നടത്താതെ ഇടയ്ക്ക് മെക്സിക്കോയിലേക്ക് മാറി. അവിടെ നല്ല ജനസംഖ്യയുണ്ട്. മാത്രമല്ല തൊഴിൽ ചെയ്യാൻ പറ്റുന്ന നിരവധി ആൾക്കാരുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. അപ്പം വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചൈനയിൽ നിന്ന് മാറ്റി മെക്സിക്കോയിലേക്ക് നടത്തി. അങ്ങനെ മെക്സിക്കോയും പതുക്കെ വളർച്ച നേടും. അതുപോലെ തന്നെയാണ് ഈ വിയറ്റ്നാം എന്ന് പറയുന്നത് ചൈനയുടെ ബോർഡറിലുള്ള. ചൈന കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും ചൈനയുടെ കുറേ താല്പര്യങ്ങളൊക്കെ അവിടെയും ഷെയർ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളുടെ കൈമാറ്റം എളുപ്പമായി, ട്രേഡ് എളുപ്പമായി, ഇരു രാജ്യങ്ങൾക്കും വളർച്ചയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന വിയറ്റ്നാമും അതുപോലെ തന്നെ ഈ മെക്സിക്കോയും ഒക്കെയാണ് ഇപ്പം നിലവിൽ ഇന്ത്യക്ക് ഭീഷണി. പക്ഷേ ജർമ്മനി ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ തുടങ്ങിയ വൻകിട രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താനായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് വളരെ ഗുണകരമാകും. അങ്ങനെയാണെങ്കിൽ ചൈനയിൽ ഇപ്പോൾ നിക്ഷേപം നടത്തി ഇവരൊക്കെ അവിടെ നിന്ന് നിക്ഷേപം പിൻവലിക്കും, ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ചൈനയെ നമ്മൾ കമ്പയർ ചെയ്താൽ അവിടെ വലിയ കെട്ടിടങ്ങളുണ്ട്, 5-6 വരി പാതകളുണ്ട്, ട്രെയിനുണ്ട്, ഭയങ്കര അപ്ഡേഷൻ ആയിരിക്കും അവർക്ക്. പക്ഷെ അത്തരം സംവിധാനങ്ങളൊന്നും നമുക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഏകാധിപത്യ ഭരണമായതുകൊണ്ട് ആ ഭരണകൂടെ ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നാൽ അവർ നടപ്പാക്കുക. പിന്നെ അവിടെ ചോദ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു 900 വീട്ടുകാർ മാറി നിൽക്കണം, ശരി മാറിക്കോ, ഇനി വേറെ ചോദ്യം പറിച്ചൊന്നുമില്ല. നമ്മുടെ ഇവിടെ ആണെങ്കിലോ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ അത് കേന്ദ്രം കൊണ്ടുവന്നു എന്ന ഒറ്റ കാരണത്താൽ എതിർക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്ത് പറഞ്ഞിട്ട് പ്രകൃതിക്ക് ഭയങ്കര ദോഷമാണ് അല്ലെങ്കിൽ മലിനീകരണം ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട്. പക്ഷേ ചൈനയിൽ അങ്ങനെയല്ല. അവരങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് റോഡ് ഉണ്ടാക്കി, അതുപോലെ തന്നെ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി, അവർ കൺസ്ട്രക്ഷൻ മേഖലയിൽ വലിയ വളർച്ച ഉണ്ടാകുന്നു. അപ്പം വലിയ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മളെന്താ പറയുന്നത്, ചൈനയ്ക്ക് എന്തൊരു വികസനമാണ്, നമ്മുടെ രാജ്യത്ത് ഇതൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ കാരണം ഇതാണ്, അവിടെ ഏക രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ജനാധിപത്യ രംഗത്താണ്. അപ്പം ജനാധിപത്യം എന്താണെന്നും ഈ ചൈനയിലെ ഏകാധിപത്യം എന്താണെന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഫാമിലി അവരെന്താ ചെയ്യുന്നത്, രാവിലെ അവർ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ പോകുന്നു. അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. വലിയ നിലപാടുകളൊന്നുമില്ല. അവർക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യണ്ട, രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട, അതൊക്കെ ചെയ്യാൻ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ഒന്നും ചെയ്യണ്ട. ഇവിടെ നമ്മുടെ നാട്ടിലോ നമ്മൾ എങ്ങനെ ആളെ പറ്റിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പൈസ ഉണ്ടാക്കാം, ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ എന്നാൽ രാഷ്ട്രീയ നേതാവിന് എങ്ങനെ വളരാം, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് വലിയ ഭാവനാശൂന്യരായ കുറേ നേതാക്കളുടെ ഒരു മികവായിരുന്നു നമ്മളെ നശിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഈ ഭാവിയിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു അറിവില്ല. പക്ഷേ ഇപ്പോൾ വന്ന സർക്കാരുകൾ കൃത്യമായിട്ട് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ നയതന്ത്ര കാര്യങ്ങളിൽ, സൈനിക കാര്യങ്ങളിലൊക്കെ വലിയ കച്ചവടം നടത്താനായിട്ട് ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ എല്ലാ മേഖലയുമായി അടുത്തിടപഴകുകയും അവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ചൈനയ്ക്കൊപ്പം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നമുക്ക് വളരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ചൈന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചൈന വലിയ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു, വലിയ നിക്ഷേപം ഉണ്ടാക്കുന്നു, ടെക്നോളജി ഭയങ്കരമാണ്. നമ്മൾ വിചാരിക്കാത്ത അത്ര മൊബൈൽ ഫോൺ അല്ലെ കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല. പകരം നമുക്ക് ജോലി ചെയ്യാൻ കഴിവുള്ള ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ നമ്മൾ വളരെ മുമ്പിലാണ്, ബുദ്ധിയിലൊക്കെ വളരെ മുമ്പിലാണ്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ഒപ്പം ചില പോരായ്മകളുണ്ട്. നമുക്ക് ഈ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പിന്നില്ല. നല്ല റോഡുകൾ ഉണ്ടാക്കുന്ന അത്തരം കാര്യങ്ങൾ നമ്മൾ പിന്നില്ല. വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ആളുകൾ വരുമ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ നമ്മൾ പിന്നില്ല. അപ്പോൾ ആ പരിമിതികളെയൊക്കെ നമ്മളൊന്ന് മറികടന്നാൽ വലിയ മുന്നേറ്റത്തിലേക്ക് നമ്മൾ കടക്കുമെന്ന് ഈ കാർണി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയായ റോബർട്ട് വില്ലൻ പറയുകയാണ്. അപ്പോൾ റോബർട്ട് വില്ലൻ ഈ പറയുന്നത് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള അടുപ്പം, ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ഒക്കെ ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വന്ന് നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇവർ പറയുന്നത് നമുക്ക് നല്ലൊരു വളർച്ച ഉണ്ടാകും.
ഉണ്ടാകും. അതായത് ഇന്ത്യ മഹാരാജ്യത്തിന് എന്തുകൊണ്ടാണ് വളർച്ച ഉണ്ടാകും. അപ്പോൾ ഒരു കാലത്ത് ഈ മാനുഫാക്ചറിങ് ഹബ്ബായിരുന്ന ജപ്പാന്, അതുപോലെ തന്നെ ജർമ്മനിയൊക്കെ മറികടക്കാൻ ചൈനയ്ക്ക് എങ്ങനെ സാധിച്ചോ അതുപോലെ തന്നെ ഇന്ത്യക്ക് സാധിക്കും. അപ്പോൾ ഈ ചൈന എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വളർന്നു വന്നതല്ല, അവർ ഗ്രാജുവലി വളർന്നതാണ്. കാരണം എന്താ, അവർക്കറിയാം എതിർക്കാൻ ആരുമില്ല. എന്ത് സംവിധാനം കൊണ്ടുവന്നാലും ഇത് നടപ്പാക്കും. അവിടുത്തെ ഗ്രാമീണർ ഞങ്ങൾ പറയുന്ന പോലെ ജോലി ചെയ്യും, നഗരവാസികൾ ഞങ്ങൾ പറയുന്ന പോലെ ജോലി ചെയ്യും. അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഇരുമ്പ് മറ തീർത്ത് അതിനുള്ളിൽ ചിലപ്പോൾ അവിടെ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാകത്തില്ല, യാതൊരു സ്വാതന്ത്ര്യമില്ല. പക്ഷേ അവരതൊക്കെ എൻജോയ് ചെയ്യുന്നു. കാരണം അവർക്ക് രാവിലെ ഭക്ഷണം കഴിക്കുക, ജോലിക്ക് പോവുക, തിരിച്ചു വരിക, ഫാമിലി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് പ്രശ്നമില്ല. അവർ ആ അസ്വാതന്ത്ര്യത്തിൽ അവർ തൃപ്തരാണ്. അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവിടെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം? ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ നമ്മൾ പറയും അവിടെ ഭയങ്കര നിയന്ത്രണമാണ്. പക്ഷേ എത്ര നിയന്ത്രണമായാലും എന്താ, അവർക്ക് അവിടെ പൈസയുണ്ട്, അവരുടെ ജീവിതത്തിൽ അവർ സന്തുഷ്ടരാണ്. നമ്മളവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ പറയുന്നത് അയ്യോ നമുക്കത് സന്തുഷ്ടിയില്ലല്ലോ, മറ്റ് പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ. ഇപ്പോൾ വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ എന്താ, തമിഴ്നാട്ടിൽ പോയി സന്ദർശനം നടത്തുന്നു, കേരളത്തിൽ വരുന്നു, ആന്ധ്രയിൽ പോകുന്നു, ഉത്തർപ്രദേശിൽ പോകുന്നു. അപ്പോൾ വിവിധ സംസ്കാരങ്ങളാണ്. അപ്പോൾ ഈ വിവിധ സംസ്കാരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഇന്ത്യയെ ഒരൊറ്റ നേഷൻ എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർജവമുള്ള ഭരണാധികാരികളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഈ രീതിയിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ, വലിയ ബിസിനസ്സുകളിലേക്ക് കടക്കാനൊക്കെ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യ ചൈനയ്ക്ക് ഒരു ബദലായി മാറുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ചൈനയിൽ ഇപ്പം ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് ബുദ്ധമതമാണ്. ഒരു കാലത്ത് അത് ഇന്ത്യയിലുണ്ടായതാ, ഇന്ത്യയിൽ നിന്നാണ് പിന്നീട് ബുദ്ധമതം മറ്റ് ശ്രീലങ്കയിലേക്കും ചൈനയിലൊക്കെ പോയത്. അപ്പം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ടതിനെ പലരും അബ്സോർബ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്ത രാജ്യങ്ങൾ ഇപ്പം അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ രാജ്യത്തെ പലതും നമ്മൾ കോപ്പി അടിക്കാൻ ശ്രമിക്കേണ്ട. ഇയാൾ പറയുന്നത് വളരെ കാര്യമാണ്. കാരണം ഇയാൾ ഒരു 10-15 വർഷം കൊണ്ട് ഇത് ഗ്രാജുവലി വളരുന്നത് കണ്ട ഒരു വ്യക്തിയും കൂടെയാണ്. അതെ. ഈ എന്താണ്, ഇന്ത്യക്കകത്തൊരു മാനുഷികമായ കുറേ, ഇപ്പോൾ സിനുജി നേരത്തെ പറഞ്ഞ യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സോഷ്യലിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് കുറേ നല്ല മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇപ്പം അതുപോലെ തന്നെ നല്ല ശക്തനായ ഒരു ഭരണാധികാരിയുടെയും ശക്തമായ ഒരു സർക്കാരിൻ്റെ ആവശ്യം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്താനും മുന്നേറ്റം ഉണ്ടാക്കാൻ ആവശ്യമാണ്. അതെ, അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ നല്ല റോഡുകൾ ഇപ്പോൾ വരുന്നത്, റെയിൽവേ മേഖലയിൽ വലിയ വികസനം വരുന്നത്, സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ കാലക്രമേണയുള്ള മാറ്റവും ആർജവുമുള്ള ഭരണാധികാരികളെയും കൊണ്ടാണ്. മാത്രവുമല്ല വലിയ രാജ്യങ്ങൾ ഇപ്പോൾ ചൈന പോലെയുള്ള അല്ലെങ്കിൽ സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ പോലെയുള്ള വലിയ കെട്ടിടങ്ങൾ കണ്ടാൽ ആ രാജ്യത്ത് കുറേ പ്രശ്നമുണ്ട്. അവിടെ ഭയങ്കര ഹീറ്റ് ആയിരിക്കും, ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഈ പുകയുടെ ഒക്കെ ശല്യം ഉണ്ടാകും, അന്തരീക്ഷ മലിനീകരണം പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അവർക്കുണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം മുന്നിൽ നിൽക്കുകയും അതിനെ സഹായിക്കാൻ ലോകത്തെ പല രാജ്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്താൽ നമ്മൾ മാറുകയാണ്. അപ്പോൾ ചൈനയ്ക്ക് പകരമായിട്ട് ഒരു ഗ്ലോബൽ പവറായി ഇന്ത്യ ഉയർന്നു വരും. അപ്പോൾ ലോകത്തെ ഒട്ടനവധി മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്ന കോർണി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അഭിപ്രായമാണ്. ഇതാണ് ലോകത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത് വലിയൊരു മാറ്റമാണ്, ഇന്ത്യ എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.